പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങൾക്കും ഒരു പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ വചന സന്ദേശത്തിൽ പങ്കാളികളാകുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസുമാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും 7-ാം മാസത്തിൻ്റെ 27ാമത്തെ പ്രഭാത വന്ദനവും ഈ മാസത്തിൻ്റെ ഒടുവിലത്തെ വിശുദ്ധ ആരാധനയുടെ വന്ദനവും അറിയിക്കുന്നു. ആമേൻ. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും നമുക്ക് അടുത്തു ചെല്ലാം. കഴിഞ്ഞ 7 മാസക്കാലം കർത്താവ് നമ്മെ കരുതുവാനിടയായല്ലോ. ഈ മാസത്തിൻ്റെ ഒടുവിലത്തെ വിശുദ്ധ പ്രഭാത വന്ദനത്തിൽ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ വന്ദനത്തെയും സ്നേഹത്തെയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. ദൈവത്തിന് നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശങ്ങൾക്കായി അടുത്തു ചെല്ലാം. ആമേ. സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പാടുന്നു: എന്നാൽ അത് എൻ്റെ കട്ടതയാകുന്നു, അത്യുന്നതൻ്റെ വലം കൈ വരുത്തിയ സംവത്സരങ്ങൾ തന്നെ എന്ന് ഞാൻ പറഞ്ഞു. സുഖത്തിൻ്റെയും സമൃദ്ധിയുടെയും സമയങ്ങളിൽ ദൈവത്തോട് അടുക്കുന്നതിനേക്കാൾ കഷ്ടതയുടെയും വേദനകളുടെയും സമയങ്ങളിലാണ് ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ കഴിയുന്നതും ദൈവത്തെ അടുത്തറിയുവാൻ ഇടയാകുന്നതും എന്നതിന് സംശയമില്ല. നമ്മെ സ്നേഹിക്കുന്ന കർത്താവിനെ കുറിച്ചും അവൻ്റെ സ്നേഹത്തിൻ്റെ ആഴവും കരുതലിൻ്റെ വ്യാപ്തിയും നടത്തിപ്പിൻ്റെ ശ്രേഷ്ഠതകളും നാം ആഴത്തിൽ അറിയുവാൻ വേണ്ടി ദൈവം നമ്മെ കഷ്ടതയിൽ കൂടെ കടത്തിവിടാറുണ്ട്. കഷ്ടതയിൽ നിന്നും വിടുതൽ പ്രാപിച്ചതിന് ശേഷം ഇയ്യോബ് പറയുന്നത്: ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. രോഗസൗഖ്യം പ്രാപിച്ചതിന് ശേഷം ഹിസ്കിയാവ് പറയുന്നത് തൻ്റെ കഷ്ടത ദൈവിക സമാധാനത്തിൻ്റെ വ്യാപ്തി ഗ്രഹിച്ചറിയുവാനായിരുന്നു എന്ന്. അതുപോലെ ദൈവവചനത്തിൻ്റെ അർത്ഥവും വ്യാപ്തിയും ആഴത്തിൽ അനുഭവത്തിൽ കൂടെ പഠിക്കേണ്ടതിനായിട്ടാണ് തന്നെ കഷ്ടതയിൽ കൂടെ കടത്തിവിട്ടതെന്ന് സങ്കീർത്തനക്കാരൻ അവകാശപ്പെടുന്നു. നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി. 1000 പൊൻവെള്ളി നാണ്യത്തെക്കാൾ നിന്റെ വായിൽ നിന്നുമുള്ള ന്യായപ്രമാണം എനിക്കുത്തമം. ലോകത്തിൽ നമുക്ക് കഷ്ടങ്ങൾ ഉണ്ടെങ്കിലും ധൈര്യപ്പെടണമെന്നാണ് കർത്താവ് നമ്മോട് അരുളി ചെയ്തത്. എന്നാൽ കഷ്ടതയുടെ വിധമോ ദൈർഘ്യമോ അവിടുന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. ഓരോരുത്തരുടെയും കഷ്ടം മറ്റുള്ളവരുടേതിൽ നിന്നും വ്യത്യസ്തമാണ്. ഇവിടെ കഷ്ടത ഉള്ളതല്ല, അതിനെ നേരിടുന്ന വിധമാണ് പ്രധാനമായിരിക്കുന്നത്. കഷ്ടതയെക്കുറിച്ചുള്ള മനുഷ്യരുടെ ചിന്തകൾക്കും പ്രതികരണങ്ങൾക്കും വ്യത്യാസങ്ങളുണ്ട്. കഷ്ടത വരുമ്പോൾ ഓടി രക്ഷപ്പെടുന്നതോ മറ്റുള്ളവരെ ശപിക്കുന്നതോ കുറ്റം മറ്റുള്ളവരുടെ മേൽ ആരോപിക്കുന്നതോ ശരിയായ മാർഗമല്ല. യഥാർത്ഥ ദൈവഭക്തൻ കഷ്ടതയോട് അടുത്തു ചെല്ലുമ്പോൾ അവൻ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കും. ഉപവാസത്തോടും കണ്ണുനീരോടും പ്രാർത്ഥനയോടും മറുപടിക്കായി താൻ കാത്തിരിക്കും. കണ്ണുനീരിന് ഭക്തന്റെ കണ്ണുനീര് കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ഉപവാസത്തിൽ പ്രസാദിക്കുകയും ചെയ്യുന്ന ദൈവം തൻ്റെ ഭക്തന്റെ കഷ്ടത മാറ്റുകയും ഉയർച്ച നൽകുകയും ചെയ്യും. ആമേൻ. നാം ചിന്തിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ. നമ്മുടെ കഷ്ടതയിൽ ദൈവവും നമ്മോടുകൂടെ പങ്കാളിയായി കൂടെ ഉണ്ടായിരിക്കും. ആമേൻ. കഷ്ടതയിൽ നമ്മെ തനിയെ വിടുകയില്ല. കർത്താവ് നമ്മോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് അറിയുന്നത് ഒരു ഭക്തന് ധൈര്യം നൽകുന്ന കാര്യമാണ്. ദൈവം നമ്മുടെ പങ്കാളിയായി കൂടെ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ ദൈവം നമ്മോട് ക്ഷമിക്കുകയും സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു ദൈവം. കൊരിന്ത്യർ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് ഇപ്രകാരം പറയുവാനിടയായി: ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നു എങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിനും രക്ഷയ്ക്കുമാകുന്നു. ഞങ്ങൾക്ക് ആശ്വാസം വരുന്നുവെങ്കിൽ അത് ഞങ്ങൾ സഹിക്കുന്ന കഷ്ടങ്ങൾ തന്നെ നിങ്ങളും സഹിക്കുന്നതിൽ നിങ്ങളുടെ വിശ്വാസത്തിനായി ഫലിക്കുന്നു. ആകയാൽ പ്രിയ ദൈവവൈതലേ, നാം ചിലതെല്ലാം പ്രാപ്തരായി തീരുവാൻ വേണ്ടി ദൈവത്തിന് നമ്മോട് സംസാരിക്കാനാണ് നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന പല കഷ്ടതകളുടെയും ദൈവിക ഉദ്ദേശമെന്ന് നമുക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം പരാജയപ്പെടാതിരിക്കും.
ആകയാൽ പ്രിയ ദൈവവേദനേ, ഈ കഷ്ടത നിന്നെ തകർത്തു കളയുവാനല്ല, ഈ രോഗം നിന്നെ തീർക്കുവാനല്ല, ഈ നിന്ന നിന്റെ പരാജയമല്ല, ഈ ഞെരുക്കം നിന്നെ ഒതുക്കുവാനുമല്ല. കഴിഞ്ഞ നാളുകളിൽ എന്നെ ആരെങ്കിലും ഒന്ന് അനുഗ്രഹിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ചിന്തിച്ച നിന്നെ അനേകർക്ക് ഒരു അനുഗ്രഹമാക്കുവാൻ പോകുന്നു ദൈവം. ആകയാൽ പ്രിയ ദൈവവേദനേ, നീ അനേകർക്ക് ഒരു ആശ്വാസവും അനുഗ്രഹമായി തീരും. നീ പലർക്കും ഒരു അത്ഭുതമായി തീരും. കഴിഞ്ഞ നാളുകളിൽ ജീവിതത്തിൽ വന്ന താഴ്ചകളും ഞെരുക്കങ്ങളും കഷ്ടതകളും ഒരു ഉയർച്ചയ്ക്ക് കാരണമായി തീരും. ഈ പ്രഭാതം ഈ വചന സന്ദേശത്തിൽ കൂടെ പരിശുദ്ധാത്മാവിനെ നിന്നോട് സംസാരിക്കുന്നു. വിശ്വസിക്കുന്നുവെങ്കിൽ ഈ പ്രഭാതം ഈ വചന സന്ദേശത്തിൽ കേൾക്കുമ്പോൾ തന്നെ നീ ഒരു ആമേൻ പറഞ്ഞാട്ടെ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദി പറയുന്നു. ഈ വിശുദ്ധ ആരാധനയുടെ നടുവിൽ, ഈ 7-ാം മാസത്തിന്റെ ഒടുവിലത്തെ വിശുദ്ധ ആരാധനയുടെ നടുവിൽ ഈ പ്രഭാതം ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം. എല്ലാ നിരാശകളിൽ നിന്നും പൂർണ്ണമായും വിടുവിക്കണം. വചനം കർത്താവേ, ഇന്ന് പ്രഭാതം ഞങ്ങൾ കേട്ടതുപോലെ ആമേൻ, എന്നാൽ അത് എൻ്റെ കഷ്ടതയാകുന്നു, അത്യുന്നതന്റെ വലം കൈവരുത്തിയ സംവത്സരങ്ങൾ തന്നെ എന്ന് കർത്താവെ ഭക്തൻ പാടിയതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ വന്നുപോയ കഷ്ടങ്ങൾ ഒരു ഉയർച്ചയ്ക്കും വിശാലതകൾക്കും അനുഗ്രഹത്തിനും കാരണമായി തീരുന്നതിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവം അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം. മഹത്വം എടുക്കണം യേശുവിന്റെ നാമത്തിൽ. കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.